ദേഷ്യം പിടിച്ചിരിക്കുന്നത്, അതാണ് തിരിഞ്ഞു നോക്കാത്തത്. ഏതാ നോക്കി നിക്കണത്? ഓ, നിന്റെ ബാക്ക് പാർക്ക് ഇവിടെ ദേഷ്യം പിടിച്ച്. അതാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നതാണ്. ഒന്നുമില്ല, മാത്തനെ വെച്ചിട്ടൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതൊരു വലിയ ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം അവനെ വെച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിനക്ക് ത്രൂ ഔട്ട് വീഡിയോയിൽ കാണാതെ. കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അവന് അട്രാക്റ്റഡ് ആയ കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അവൻ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. പക്ഷേ സ്റ്റിൽ അവൻ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ കിച്ചണിൽ അവൻ നമ്മളെ കൂടെ ഉള്ളത് ഭയങ്കര രസമുള്ള കാര്യമാണ്. യൂഷ്വലി അവനെ പുറത്ത് തന്നെയാണ് വിടുക. പുറത്ത് മീൻസ് ജനലും ഡോറും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലാറ്റിനകത്ത് തന്നെ അവൻ നമ്മൾ എവിടെയാണോ അവിടെ ഉണ്ടാവും ആൾ. അതായത് ഇപ്പോൾ റൂമിലാണെങ്കിൽ റൂമിൽ, കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ, ഹോളിലാണെങ്കിൽ ഹോളിൽ. 1 BHK ഫ്ലാറ്റാണ്. അപ്പം ഈ ഒരു ഏരിയ തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അവനെ ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ചെയ്ത് വിടാറ് തന്നെയാണ്. അപ്പോൾ ഞാൻ അവനും കൂടി ഒന്ന് കിച്ചണിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. കണ്ടോ, വിട്ട് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കർട്ടനാണ്. കർട്ടനിലൊക്കെ ആ കലമ്പാണ്. അവനെ തുറന്ന് വിടുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ വീടിനുണ്ട്. ചെടികളുണ്ടെങ്കിൽ അത് കടിക്കും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലവർ വേസുകളെല്ലാം കടിച്ച് കേടുവരുത്തും. എന്തെങ്കിലും അവൻ്റെ പല്ലിന് അല്ലെങ്കിൽ അവൻ്റെ ഇതിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം അവൻ കടിക്കും. നമ്മുടെ ഡ്രസ്സ് കടിക്കും. പക്ഷേ സ്റ്റിൽ അവൻ അങ്ങനെ ചെയ്തോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും. നമ്മളെ കൂടെ ഇപ്പോൾ ഒരു 3-3.5 വർഷമായി അവൻ നമ്മളെ കൂടെ ഉണ്ട്. കുഞ്ഞിലേ നമ്മൾ വാങ്ങിയതാണ് ഇതിനെ. ഫ്രിഡ്ജ് അവൻ്റെ ഭയങ്കര അട്രാക്റ്റഡ് ആയൊരു സാധനമാണ്. അതാണ് ഇപ്പോൾ ഫ്രിഡ്ജ് ഞാൻ തുറന്ന പാടെ എത്തിയത്. ഇത് അവൻ്റെ ഏരിയയാണ്. ഇപ്പം നമ്മൾ എന്ത് ഫ്രിഡ്ജ് നിൽക്കുകയാണെങ്കിലും ഇതാ ഇങ്ങനെ വന്ന് നോക്കും. പിന്നെ ഞാൻ അങ്ങ് തട്ടി മാറ്റി ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ നമ്മളെ വന്ന് തലയിൽ കയറിയിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അവൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാന്തലെടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നതാണ്. കാരണം ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ സംഭാഷണങ്ങളൊന്നും തീരെ കേൾക്കുന്നില്ല. കാരണം മൈക്കൊന്നും ഇല്ലാതെ പറയണതാണ്. പിന്നെ അതിൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. മാന്തൽ മീനാണ്. മാന്തൽ മീൻ വെച്ചിട്ട് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് നമുക്ക് കിട്ടി. എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി അങ്ങനെ കിട്ടാറില്ല. വല്ല സമയത്തും സീസണിലൊക്കെയാണ് അത് വരാറ്. ചെറിയ മാന്തൽ ഭയങ്കര ഫേവറേറ്റാണ്. എൻ്റെ അനിയത്തിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അവിടെ UK നമുക്കത് കിട്ടാനില്ല അവിടെ. അപ്പം നമുക്ക് പിന്നെ UAE കിട്ടാത്ത സാധനങ്ങളില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളത് വാങ്ങിയതാണ്. ഞാൻ നന്നാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം ഞങ്ങൾക്ക് നല്ല സമയം ഉണ്ടായിരുന്നില്ല ക്ലീനിങ്ങിന് കൊടുക്കാനുള്ള. അപ്പോൾ അത് കാരണം കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നന്നാക്കാനുള്ളതേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് പോവാം. കൂടെ ഒരാളുണ്ട്. യെസ്, ഇന്ന് നമ്മൾ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. എൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് കേട്ടോ ബീട്രൂട്ട് തോരൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് എനിക്ക് ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് നമ്മളെ റിസ്കിൽ ഉണ്ടാക്കുക. ആരും പറയുന്നില്ലല്ലോ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാൽ പോരെ. പക്ഷെ എനിക്ക് ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ട് ഞാനതിങ്ങനെ കട്ട് ചെയ്ത് നന്നാക്കി ഉണ്ടാക്കും. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു താല്പര്യമുള്ളൊരു മേഖലയേ അല്ല. തീരെ താല്പര്യമില്ലാത്തൊരു സംഭവം. ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കുക്കിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ വലിയൊരു പണി ചെയ്യാനുണ്ട്. അത് അങ്ങനെ എനിക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റിയൊരു സംഭവമല്ല ഈ കുക്കിംഗ്. അതെൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ, നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. മേത്ത് ഇങ്ങനെ ഇരിക്കും, തോളത്ത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ടീഷർട്ടൊക്കെ കടിച്ച് കയറിയിട്ട് എത്ര എണ്ണം വാങ്ങിയാലും അവനത് കടിക്കും. പുതിയതാണെങ്കിലും അവൻ കടിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് കുക്കിംഗ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ എനിക്ക് ചില സമയത്ത് മാത്രം ഞാൻ മര്യാദയ്ക്ക് കുക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കടമ്പ തീർക്കുന്ന പോലെ അങ്ങ് ചെയ്യാറ്. കണ്ടോ, ഇയാൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ അവൻ്റെ ഭയങ്കര എൻ്റർടൈൻമെൻ്റാണ് ഇതെല്ലാം. ഇങ്ങനെ വന്ന് നിന്ന് നമ്മളെ കൂടെ തന്നെ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ച് അവനോരോന്ന് നശിപ്പിച്ച് അവനിങ്ങനെ നിൽക്കും.
ഇതിപ്പോൾ ഫോണ് എൻ്റെ ഒരു പണ്ടത്തെ ഫോണൊരു ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഫോൺ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം ഈ ഫോൺ അവിടെ വെച്ച് കൊടുത്താണ്. അവൻ്റെ ഒരു ആശ്വാസത്തിന്, അവനെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ കടിക്കണമെങ്കിലും അതെന്താ അവൻ്റെ സ്വന്തമാണ് ഫോൺ. അത് ആരെ ഫോണായാലും അവൻ്റെ സ്വന്തമാണ്. അതിൽ ക്യാമറയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം വരും, അത് അവൻ്റെ ആണെന്നുള്ളൊരു ഇതാണ്. ന്യൂജൻ തത്തയായിരിക്കും, അതായിരിക്കും. അപ്പം ഇത് കൊടുത്താണ്, ഇത് കൊടുത്തതിൻ്റെ സന്തോഷമാണ് ഈ കാണിക്കുന്നത്. അതിന്മ കടന്ന് മറിഞ്ഞ് തിരിഞ്ഞ് കറങ്ങി കളിക്കുകയാണ് ആള്. ഇത് ഫുൾ ടൈം ഇതന്നെ. ഇനിയിപ്പോൾ ഞാൻ പറപ്പിച്ച് വിടണം. ഞാൻ അവിടെ നിന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ പോലും അവന് ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കയറുക, പാത്രത്തിൽ കയറുക, എന്താ പറയുക, സ്പൂണിൽ കയറുക, അങ്ങനെ 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 കളിച്ചുകൊണ്ടിരിക്കും. പോയിട്ടില്ല കേട്ടോ, ആള് ഇവിടെ തന്നെ. നല്ല അടി കിട്ടേണ്ട നോക്കിയാ എന്താന്നറിയോ, ഇതെന്താ സാധനം നിനക്ക് അറിയടാ. ഇവിടെ ഇവിടെ കുടുങ്ങിങ്ങനെ കേട്ടോ. ഇവിടെ നിന്ന് പെട്ടെന്ന് പറക്കാനുള്ള ഒരു വകുപ്പില്ല. അടി 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 നല്ല അമ്പേ. എടാ എന്റെ നാവ് മുറിയടാ. നോക്ക് ഇവിടെ വേണ്ട വേണ്ട, കളിക്കണ്ട കളിക്കണ്ട. നോക്കേ അവിടെ കുടുങ്ങിപ്പോയി ആള്. ഇവിടെ വലിയ ആരോ ആയെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ കുറങ്ങാണ്. കേടെടുത്ത് എല്ലാം കടിച്ച് മുറിച്ചാണ്ടിട്ട് കേട്ടാ. അങ്ങനെയുണ്ടോ ഒരു വികൃതി? അടിയാണ്. പൊയ്ക്കോ, സ്ഥലം വിട്ടോ, വേഗം വിട്ടോ, വേഗം വിട്ടോ. ആ പിന്നെ അടി അടി. ഓക്കെ, ആ ആ ഞാൻ പോയിക്കോ. കണ്ട ഇവിടെ എത്തി. നമ്മൾ ആരെങ്കിലും അടുക്കളയിൽ ഉണ്ടെങ്കിൽ അവൻ അടുക്കളയിൽ തന്നെ ആരും ഇല്ല എന്നുണ്ട്. നമ്മൾ ഹോളിലേക്ക് വന്നാൽ ഹോളിലേക്ക് വരിക. ഒറ്റയ്ക്ക് എവിടെ നിൽക്കൂല, കൂടെ നടക്കും ഇങ്ങനെ. ഇപ്പൊ ഭയങ്കര അലമ്പായിന്. ഇപ്പൊ ഫോണൊക്കെ കിട്ടി, എല്ലാം കിട്ടിയപ്പോ അങ്ങ് സന്തോഷായി അല്ലേ. സിമ്പിളായിട്ടുള്ള ഒരു വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. വലിയ എന്താണ് ബോസേ, ഇവിടെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ എവിടെയാണോ അവിടെ ഉണ്ടാവും. ഈ എന്താ പറയാ, വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഞാൻ സമ്മതിച്ചിട്ടോ. ഇതെങ്ങനെയാണ് ഈ ഒരു കയ്യിൽ ഫോൺ പിടിച്ച്, അത് ഗിംബലൊക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടി നല്ല തന്നെയാണ്. പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ എത്തണമല്ലോ. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കൊണ്ടാലും കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് 4 പച്ചമുളക് 2 വെളുത്തുള്ളിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ട് കറിവേപ്പിലിട്ട് ഇനി ഇതൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് തേങ്ങ ഇടും, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. പക്ഷെ ഇത് നന്നാക്കി എടുക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. അതിപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തത് അതായതുകൊണ്ടാണ്. ഇല്ലേ ഇത് വെയിറ്റ് ചെയ്ത് കിട്ടാൻ മതി. അങ്ങനെ ഒരു ബോസ് ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മളിങ്ങനെ എത്തി നോക്കും. അതാണ് സാധനം. ഇതിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. തിരിഞ്ഞു നിൽക്കുക, മൈൻഡേ ഇല്ല. ബോസ് എടോ ബോസ് എന്തോ ദേഷ്യം പിടിച്ചിരിക്കുന്നു. അതാണ് തിരിഞ്ഞു നോക്കാത്തത്. ഏതാ നോക്കി നിൽക്കണത്? ഓ നിന്റെ ബാക്ക് പാർക്ക് ഇവിടെ. ദേഷ്യം പിടിച്ച്, അതാണ് ദേഷ്യം വന്ന്, അതാണ് സംഭവം. അങ്ങനെ പരിപാടി ഏകദേശം ഇതിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ചോറപ്പുറത്ത് റൈസ് കുക്കറിലാവുന്നുണ്ട്. ഇനി നമ്മൾ മാന്തൾ വറക്കാനുള്ള പരിപാടിയും പോയി. മാന്തൾ നമ്മൾ സെറ്റാക്കി. പിന്നെ മസാലയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടും. പിന്നെ നമ്മുടെ മസാലകളില്ലേ, പൊടികൾ, അത് അത്ര. നമുക്കിവിടെ 2 ആൾക്കാരും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറുതുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട് ഗപ്പീസാണ്. ഇവര് നല്ല വിശന്നിരിക്കുക. ഞാൻ രാവിലത്തെ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി, കുറച്ച് ലേറ്റായി. അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നല്ല വിശന്നിരിക്കുക. ഇവർക്ക് ചെമ്മീനാണ് കൊടുക്കുക. ഇതിനായിട്ട് നമ്മൾ മേടിച്ച് വെക്കുക. ഉണ്ടോ, നല്ല വിശക്കുന്നുണ്ട് ആൾക്ക്.
കാത്ത് നിൽക്കണം. കഴിച്ചാ കഴിച്ചാ എല്ലാവരുടെ അടുത്തുനിന്ന് പ്രശ്നങ്ങളാണല്ലോ. വിശപ്പ് കൂടി ക്ഷമ നശിച്ചപ്പോൾ അവര് ഒരു പണി തന്നു. കടിച്ചൊന്നുമില്ല, കയ്യിൻ്റെ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഒരാളൊന്ന് സൈഡായിരുന്നു. ഇപ്പോൾ നല്ല വിശക്കുണ്ടാവും. 2 മണിക്കൂർ ഇടവിട്ടിട്ട് ഫുഡ് വേണം, മസ്റ്റാ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമായി ഇറങ്ങി കളിക്കണം. അപ്പോൾ വിശക്കുണ്ട്, അതാണ് ഇപ്പോൾ സൈഡായിട്ട് നിൽക്കുന്നത്. അല്ലേ മുന്ന, വിശക്കുണ്ടോ? വിശക്കണുണ്ടോ? എന്ത് കണ്ണ് വെച്ചിട്ട് കളിക്കുന്നു ഈ? ഫുഡ് വേണോ? ഫുഡ് കൂടിൻ്റെ ഉള്ളിലുണ്ട്, വേഗം വിട്ടോ. അപ്പൊ പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ കൂട്ടി കയറാൻ പോവാനേ മടിയാണ്. പക്ഷെ ഈ 2 മണിക്കൂർ ഇടവിട്ടുള്ള ഈ വിശപ്പ് കാരണം കുട്ടി തന്നെ കയറും. അല്ലേ അല്ലേ മുന്ന? അല്ലേ? എന്തൊരു അഭിനയാണ്, എന്തൊരു അഭിനയാണ്. എടോ എടോ. ഓ, അപ്പൊ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മാന്തല് വറുത്തത് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മീൻ കറി, പക്ഷെ മീൻ കഷ്ണമില്ല, അത് ഇന്നലെ തീർന്നു, കറി മാത്രം. പിന്നെ ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഞാനത് പെട്ടെന്ന് മറന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ എനിവേ അതും ചൂടാക്കിയെടുത്തു. പിന്നെ ഇതില് റൈസും സെറ്റ്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പൊ മാത്രം നമുക്ക് പോവാം, കിച്ചണിന് സ്ഥലം വിടാം. ഇഷ്ടല്ലേ? പോവാ, ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂറായി. ഇനിയിപ്പോൾ കൂട്ട് കയറണം. പക്ഷെ ഒരു മടിയുണ്ട്. കയറിക്കഴിഞ്ഞ് ഞാൻ കൂടടയ്ക്കും, അതവനെ അറിയാം. പക്ഷെ അവന് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. അപ്പം ഇങ്ങനെ ആലോചിച്ച് കൂടിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് ആള്. പിന്നെ ഒരു സഹികെട്ട് കയറും. വിശപ്പാണല്ലോ വലുതെന്നും വിചാരിച്ച് അങ്ങനെ കയറണതാണ് ഇപ്പം ഈ കയറല്. കണ്ടോ, കയറി. അപ്പം ഞാൻ ജസ്റ്റ് ഇതങ്ങോട്ട് താത്തു. മാധവ ശശിയായി പോയോ? മാധവ ശശിയായി പോയോ? സ്റ്റക്കായല്ലോ കുട്ടി സ്റ്റക്കായി പോയോ? ദേഷ്യം വരുന്നുണ്ട് കളിയാക്കണന്. സീഡാണ് കേട്ടോ താഴെ കിടക്കുന്നത് ഫുള്ള്. പിന്നെ ആപ്പിളും കൊടുക്കും. ഇനി വൈകുന്നേരം കേട്ടോ പുനൂസ്. ഓക്കേ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വലിയ വീഡിയോ ആയിപ്പോയോ എന്ന് എനിക്ക് തോന്നലുണ്ട്. ഭയങ്കര ലാഗായോ ബോറടിപ്പിച്ചോ ഒന്നും എനിക്കറിയുന്നില്ല. കുറേ മിസ്റ്റേക്കുകൾ ഉണ്ട്. സ്റ്റിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വോയിസിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ക്ലാരിറ്റി കുറവും ക്യാമറ പിടിക്കുന്ന ആംഗിളും ഒക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാനത് ഇമ്പ്രൂവ് ചെയ്തോളാം, മെല്ലെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തോളാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അഭിപ്രായം പറയുക. ഇമ്പ്രൂവ് ചെയ്യുന്ന മീൻസ് ഇതിൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്കൊക്കെ ഒപ്പീനിയൻസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയുക. മാത്തപ്പൻ അവിടെ ഉഷാറായിട്ട് അവൻ്റെ സൺഫ്ലവർ സീഡും ആപ്പിളൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വിശന്നിട്ടുണ്ട് ആൾക്ക് എന്തായാലും. അപ്പം എല്ലാവരും ദേഷ്യം വന്ന്, അതാണ് സംഭവം.